ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഡിലൊരു മസാല ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിൻ്റെ ഞാനൊരു 7 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 7 എണ്ണം എടുത്തതെന്നുള്ളൂ. ഇനി നമുക്കിത് എന്താ വേണ്ടിച്ചാൽ ഇതിൻ്റെ 4 സൈഡും നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്കത് ആ ബ്രൗൺ കളറിലില്ല അതേപോലെ നമുക്ക് കത്തി വെച്ചിട്ടോ നിങ്ങൾക്ക് സൗകര്യം പോലെ നമുക്ക് കത്തിരിയൊക്കെ വെച്ചിട്ടോ അങ്ങനെയാണെങ്കിലും നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടുത്തെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയുടെ ഒരു ബാറ്റർ വേണം. അതിന് നമുക്ക് 3 എഗ്ഗാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എത്ര ബ്രെഡ് ഉണ്ടോ അതിനനുസരിച്ച് വേണം നമുക്ക് എഗ്ഗ് എടുക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു 7 എണ്ണത്തിന് 3 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മസാല കറക്റ്റായിട്ട് പിടിക്കണ പോലെ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 എണ്ണം ഇപ്പോൾ പൊട്ടിച്ചു കൊടുത്ത് നമുക്കത് ഇപ്പോൾ പൊട്ടിച്ചു കൊടുത്തിട്ടാ. ഇനി നമുക്ക് എനിക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്തതാണ് കേട്ടോ. അത് നൈസായിട്ട് കട്ടിയിലില്ലാതെ കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സൗകര്യം അനുസരിച്ച് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഫോർക്കാണ് കേട്ടോ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് ചില്ലി ഫ്ലേക്സ് ഇടാത്ത. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ആ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. അതിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ അത്രയും ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ഉപയോഗിക്കുക. അതിന് ശേഷം ബട്ടറൊക്കെ മെൽറ്റായതിന് ശേഷം ഇതേപോലെ ആ എഗ്ഗിൻ്റെ മസാലയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. ബ്രെഡ് നന്നായിട്ട് നല്ല മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിമൊക്കെ മീഡിയത്തിൽ തന്നെ ഇടാൻ ശ്രമിക്കട്ടെ, ഹൈലിടരുതേ. അപ്പോൾ നന്നായിട്ടാകുമ്പോൾ പറ്റി പിടിച്ച് ഫ്രൈ ആവണത്. ഒരു സൈഡായി മറിച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡും ആയി പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. ഹൈലിടരുത് കേട്ടോ ഫ്ലെയിമും. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 സൈഡായി. ഇപ്പോൾ നമ്മൾ ഇതിനെടുത്ത് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി അതിന് ശേഷം അടുത്ത ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ തന്നെ സെയിം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് പിന്നെയും ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെയായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ബ്രെഡും എഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റ് വരുന്ന നേരത്തെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ സ്പൈസി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ബ്രെഡും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സോഫ്റ്റും ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.